എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-30 വാക്യങ്ങൾ. യോഹന്നാൻ 1:29-30. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്നാപക യോഹന്നാൻ്റെ പരസ്യ ശുശ്രൂഷ അത് യഹൂദ മേധാവികൾക്കും അധികാരികൾക്കും തലവേദന ഉണ്ടാക്കിയതാണ്. യോഹന്നാന്റെ സ്വയാവബോധം എന്താണ് എന്നറിയാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. താൻ മശിഹ ആണെന്ന് യോഹന്നാൻ കരുതുന്നുണ്ടോ, ഏലിയാവാണെന്ന് കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ മശിഹായ്ക്ക് മുൻപ് വരേണ്ടുന്ന പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ടപ്പോൾ ഈ നാമങ്ങളൊന്നും തനിക്ക് യോജിക്കുന്നവയല്ലെന്നും താൻ ഒരു ശബ്ദം മാത്രമാണെന്നും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതാണ് തൻ്റെ ദൗത്യമെന്നും സ്നാപകൻ അറിയിച്ചു. തൻ്റെ പിന്നാലെ വരുന്നവനാണ് വലിയവൻ. അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുടെ വാർ കുനിഞ്ഞഴിപ്പാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്ന് യോഹന്നാൻ പ്രസ്താവിച്ചു. അങ്ങനെ താൻ മുന്നോടിയായി വന്ന് അവതരിപ്പിക്കുന്ന തൻ്റെ പിന്നാലെ വരുന്ന മശിഹായ്ക്ക് 4 പേരുകൾ നൽകി. ഈ 4 പേരുകൾ യോഹന്നാൻ 1:19 വാക്യം മുതൽ 34 വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും യേശു മശിഹായുടെ ദൗത്യവും അവയിലൂടെ യോഹന്നാൻ പ്രകടമാക്കി. മറഞ്ഞിരിക്കുന്ന സാന്നിധ്യമുള്ളവൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആത്മസ്നാനം നൽകുന്നവൻ, ദൈവപുത്രൻ എന്നീ 4 പേരുകളാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിന് നൽകിയത്. 26 വാക്യത്തിൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ അവതരിപ്പിച്ചത്. താൻ സ്നാനം കഴിപ്പിക്കുന്നതിന് ഉദ്ദേശം മറഞ്ഞിരിക്കുന്നവനെ വെളിപ്പെടുത്തുകയാണ് എന്ന് 31 വാക്യത്തിൽ കാണുന്നു. യോഹന്നാൻ സ്നാപകന്റെ സ്നാപനത്തിൻ്റെ ആ ഉദ്ദേശം തിരിച്ചറിയുന്നത് വളരെ സംഗതമാണ്. യേശു യോഹന്നാന്റെ കൈക്കീഴെ സ്നാനപ്പെട്ടത് മറ്റ് പാപികളായ മനുഷ്യർ സ്നാനപ്പെട്ടതിൻ്റെ കാരണം കൊണ്ടല്ല എന്നത് വളരെ വ്യക്തമാണ്. മറ്റൊന്ന്, യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപകൻ വിശേഷിപ്പിച്ചു. മനുഷ്യ പാപങ്ങളുടെ പരിഹാരത്തിനും മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനും മുഖാന്തരമായി യേശുവിനെ സ്നാപകൻ അവതരിപ്പിക്കുന്നു. പുറപ്പാട് 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പെസഹ കുഞ്ഞാടും ഉൽപ്പത്തി 22-ൽ വായിക്കുന്ന ഇസഹാക്കിന് പകരമായി കൊല്ലപ്പെട്ട ആട്ടുകൊറ്റനുമൊക്കെ സ്നാപകന്റെ ചിന്തയിലൂടെ കടന്നു വന്നിട്ടുണ്ടാവണം. അറുക്കപ്പെട്ട കുഞ്ഞാടിനാണ് അധികാരവും മഹത്വവും എന്ന് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ നൽകിയ ഈ വിചാരത്തിൻ്റെ അനന്തരമാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന പുതിയ നിയമചിന്ത. ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാണ് യേശു എന്ന് യോഹന്നാൻ പറയുന്നു. ആത്മാവ് തൻ്റെ മേൽ ആവസിക്കുന്ന യേശുവിനാണ് ആത്മസ്നാനം പകരാൻ കഴിയുന്നത്. ഈ സ്നാനത്തിലൂടെയാണ് വ്യക്തികൾ ദൈവരാജ്യ പ്രജകളായിത്തീരുന്നത്. വീണ്ടും ജനനമെന്ന വാക്കിൻ്റെ പര്യായമാണ് ആത്മസ്നാനം ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ദൈവപുത്രൻ എന്ന് നാമകരണം ചെയ്തു. യേശുവിൻ്റെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്നും യേശു ദൈവപുത്രനെന്ന് ഘോഷിക്കപ്പെട്ടു. പിതാവിനോടുള്ള പൂർണ്ണ വിധേയത്വത്തിലാണ് യേശു പുത്രൻ എന്ന പദവി പ്രഖ്യാപനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് യോഹന്നാൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു. താപസനും ആത്മശക്തിയുള്ളവനുമായ സ്നാപക യോഹന്നാന്റെ ദൗത്യ നിയോഗത്തെ പറ്റിയുള്ള
സ്വയധാരണ എത്രയോ വിനയാന്വിതമായ ആവിഷ്കാരമാണ് നമുക്ക് നൽകിത്തരുന്നത്. താൻ മരുഭൂമിയിലെ ഒരു ശബ്ദം മാത്രമാണെന്നും അല്ലാതെ മറ്റൊന്നും ആകാൻ തനിക്ക് നിയോഗമില്ലെന്നും അറിയിക്കുന്ന സ്നാപകൻ എല്ലാ ശുശ്രൂഷകർക്കും മാതൃകയാണ്. യേശുവിൻ്റെ സ്നാപനത്തിലെ ദൈവിക വെളിപ്പാട് നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ വിശ്വാസ തീർത്ഥയാത്രയിൽ ഈ നാമങ്ങൾ എത്രമാത്രം നമുക്ക് പ്രചോദനമായി തീരുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി സ്വയം ഒന്ന് ശൂന്യവൽക്കരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന യോഹന്നാനെ പോലെ ലോകത്തിൽ ഒരുപാട് ആളുകൾ കർത്താവിനെ പ്രഘോഷിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നതും ആ ഒരു വലിയ ശ്രേഷ്ഠമായ പദവിയിലേക്കാണ്. ഞാനോ അവനോ വളരണം, ഞാനോ കുറയണമെന്ന തത്വം ക്രിസ്ത്യാനിറ്റിയുടെ മുഖമുദ്രയാണ്. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിനെ പകരുന്നവരായി പരിചയപ്പെടുത്തുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യോഹന്നാൻ സ്നാപകനെ പോലെ വലിയ പദവികൾ, സ്ഥാനമാനങ്ങളൊന്നുമല്ല, സ്വയം കുറയാൻ, മാറി നിൽക്കാൻ ഉള്ള ആത്മബലവും ആത്മീയതയും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുണ കൂടെ ഇരുന്ന് പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പാത ഒരുക്കണമേ. യേശുമശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക അനുഗ്രഹവും വഴി നടത്തലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.